ടി സിദ്ദിഖ്, താങ്കളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? എന്താണ് അവിടുത്തെ സാഹചര്യം? വളരെ നമ്മളൊരു അക്ഷരാർത്ഥത്തിൽ നടുങ്ങിപ്പോകുന്നൊരു സാഹചര്യം വയനാട്ടിലെ ഈ മുണ്ടക്കയിലും ചൂരൽമലയിലും അട്ടമലയിലും ഒക്കെ നിലനിൽക്കുന്നു മനസ്സിലാക്കുന്നു. മാത്രമല്ല ചാലിയാർ പുഴയിൽ മൃതദേഹങ്ങൾ കാണുന്നു എന്നുള്ള രീതിയിൽ വാർത്ത നമ്മുടെ പ്രതിനിധി ഇപ്പോൾ അറിയിച്ചു. 10 പേരുടെ മൃതദേഹം ചാലിയാർ പുഴയിൽ നിന്ന് തന്നെ കിട്ടിയെന്ന രീതിയിൽ വാർത്ത വരുമ്പോൾ മരണസംഖ്യ പിന്നെയും ഉയരുകയാണ്. അതീവ ഗൗരവതരവും വേദനാജനകവുമായിട്ടുള്ള ഒരു സാഹചര്യം ജീവിതത്തിൽ ഇതുവരെ നമ്മളാരും കാണാത്തതും കേൾക്കാത്തതുമായിട്ടുള്ള സാഹചര്യത്തെ അഭിമുഖീകരിക്കുകയാണ്. മേപ്പാടി ഞങ്ങളെല്ലാം ഈ സംഭവ സ്ഥലത്താണുള്ളത്. ഞങ്ങളിപ്പോ ചൂരൽമലയിൽ പുഴ പുതുതായി രൂപം കൊണ്ടതായിരിക്കുന്ന ആ സ്ഥലത്തൂടെ യാത്ര ചെയ്ത് കുറെ ബോഡി അവിടെ നിന്ന് കിട്ടി. കൊച്ചുമക്കൾ മുതൽ മുതിർന്നവർ വരെയുള്ളതായിരിക്കുന്ന ബോഡി കിട്ടി. ആ ബോഡിയൊക്കെ ഹോസ്പിറ്റലിലേക്ക് മാറ്റാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ. സിദ്ദീഖ്, നമുക്ക് ഏറ്റവും വലിയ ധർമ്മസങ്കടമായി തോന്നിയത് ഒരു IC ബാലകൃഷ്ണൻ MLA പറഞ്ഞൊരു കാര്യമാണ്. അച്ഛനും അമ്മയും മരിച്ചു മുന്നിൽ കിടക്കുന്നു, ഒരാളിൻ്റെ കാല് ഒരു പാറക്കൂട്ടത്തിൻ്റെ അടിയിൽ പെട്ടത് കാരണം വീട്ടിനുള്ളിൽ കരങ്ങാൻ പോലും കഴിയുന്നില്ല. ഇങ്ങനെയുള്ള ദുസ്സഹമായ സാഹചര്യത്തിൽ കിടക്കുന്ന ഒരുപാട് ആളുകൾ ചൂരൽമലയിലും മുണ്ടകയിലും ഉണ്ട്. അവരെ രക്ഷപ്പെടുത്താൻ ഇപ്പോൾ ഏറ്റവും എളുപ്പ മാർഗം എന്താണ്? സൈന്യം ഇറങ്ങുകയാണ് ഏറ്റവും വലിയ വഴി. പക്ഷേ സൈന്യത്തിനും അവിടെ എത്തിച്ചേരാൻ സമയമെടുക്കും. ഞാൻ പ്രതിപക്ഷ നേതാവിനോടും KC വേണുഗോപാലിനോടും മുഖ്യമന്ത്രിയോടും രാഹുൽ ഗാന്ധിയോടും ഒക്കെ പറഞ്ഞിട്ടുള്ള കാര്യം സൈന്യത്തിന്റെ സേവനം അടിയന്തരമായി എത്തിക്കാനുള്ള നടപടി ചെയ്യണം എന്നുള്ളതാണ്. റവന്യൂ മന്ത്രിയോടും സംസാരിച്ചു. NDRF സംഘം ഇപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ മുണ്ടകയിൽ എത്തിയിട്ടുണ്ട്. അവർ ഈ പുഴ കുറുകെ കടന്ന് അവിടെ എത്തി. ഞങ്ങൾ ഇപ്പോൾ അങ്ങോട്ട് ഈ പുഴ കടക്കാൻ മാർഗമുണ്ടോ ശ്രീ സിദ്ദീഖ്? അവിടെ പുഴ കടക്കാൻ താൽക്കാലികമായിട്ടുള്ള ബ്രിഡ്ജല്ല, ഈ കോണി കുറുകെ വെക്കുകയും കയറ് കെട്ടുകയും വടം കെട്ടുകയും ഒക്കെ ചെയ്ത് ശക്തമായിട്ടുള്ള ഒഴുക്കിൽ പിടിച്ചു നിന്നാണ് അങ്ങോട്ട് കരകയറുന്നത്. അങ്ങനെ കരകയറി 3 പേർ അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇപ്പൊ ഒരു ഗുരുതരമായ ഒരു പ്രശ്നം ഞാനിപ്പോ കലക്ടറുമായിട്ട് പങ്കുവച്ചു. ഞാൻ റവന്യൂ മിനിസ്റ്ററോടും പറഞ്ഞു. വൈകുന്നേരം 5 മണിയാകുമ്പോൾ ഈ ഭാഗത്ത് മുഴുവൻ ഇരുട്ടിലേക്ക് നമ്മൾ മാറും. അപ്പോ ഒരു കാരണം വെച്ചാൽ ജീവിച്ചിരിക്കുന്ന ആളുകളെ രക്ഷപ്പെടുത്താനുള്ള ദൗത്യം എമർജൻസിയായി ചെയ്തില്ലേ എങ്കിൽ അത് വലിയ വിഷമകരമായ സാഹചര്യമാവും. മുണ്ടകയിൽ ഇതുവരെ NDRF ടീം എത്തിയിട്ടില്ല. എത്തിക്കാൻ അടിയന്തരമായ നടപടി ഇപ്പൊ ചെയ്യാമെന്ന് പറഞ്ഞു. കണ്ണൂരിൽ നിന്ന് സൈന്യത്തെ വിളിച്ചിട്ടുണ്ട്. കോഴിക്കോട് നിന്നുള്ളതായിരിക്കുന്ന ടീം വരുന്നുണ്ട്. NDRFന്റെ അഡീഷണൽ ടീമിനെ ഇവിടേക്ക് എത്തിക്കാനുള്ള നടപടി എടുത്തു. അവർ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. ഈ എത്തുന്നതോടുകൂടി ബാക്കി ഓപ്പറേഷൻസ് അതിന്റെ ഫുൾ സ്വിംഗിലാവും എന്നാണ് പൂർണ്ണമായിട്ടുള്ള പ്രതീക്ഷ. ഭയാനകമായ അന്തരീക്ഷമാണ്. ഒരിക്കലും നമുക്ക് കേട്ടുകേൾവിയില്ലാത്തതായ ഒരു അനുഭവമാണ് നമ്മൾ നേരിട്ട് കാണുന്നത്. യഥാർത്ഥത്തിൽ ഈ മരണസംഖ്യ 19 ഉയർന്നു എന്ന രീതിയിലുള്ള വാർത്ത വയനാട്ടിൽ നിന്ന് ആളുകൾ പങ്കുവയ്ക്കുന്നുണ്ട്. ഞങ്ങളുടെ പ്രതിനിധികളൊക്കെ ഇത് അറിയിക്കുകയാണ്. മരണസംഖ്യ ഞാനിപ്പോ ഈ ഭാഗത്ത് നിന്ന് മാത്രം 12 ബോഡി റിക്കവർ ചെയ്തിട്ടുണ്ട്. അത് ആ 12 ബോഡിക്ക് ശേഷം ഇന്നും ബോഡികൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു. മുണ്ടകൈ ഭാഗത്തേക്ക് പോയാൽ അന്തരീക്ഷം എന്താകും എന്നുള്ളത് പൂർണ്ണമായും നമുക്കറിയില്ല. വളരെ അവിടെ ഒരു പാടി വളരെ മോശമായിട്ടുള്ള സാഹചര്യത്തിലാണ്. അവിടെ 65ഓളം ആളുകൾ ഉണ്ടായിരുന്നു. അതിൽ 35ഓളം ആളുകളെ മാത്രമേ കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളൂ. 30ഓളം ആളുകളെ കാണുന്നില്ല എന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഇപ്പോൾ എന്നോട് അല്പം മുമ്പ് ഫോണിൽ മുണ്ടകൈ എത്തിയപ്പം പറഞ്ഞത്. അങ്ങനെ ഓരോരോ ഇടങ്ങളിലുള്ളതായ ഒറ്റപ്പെട്ടതായിരിക്കുന്ന സ്ഥലത്ത് താമസിച്ച ആളുകൾ നേരിട്ട ദുരന്തങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. അത് എത്രത്തോളം ഭയാനകമാണ് എന്നുള്ളത് അല്പം കൂടെ കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ എണ്ണം സംബന്ധിച്ച് ഒരിക്കലും പറയാൻ പറ്റാത്തതായ ഒരു സാഹചര്യമാണ്. ജീവിച്ചിരിക്കുന്നവരെ രക്ഷപ്പെടുത്തുക എന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. ആ ദൗത്യത്തിന് മുൻഗണന കൊടുത്ത് മുന്നോട്ട് പോവുകയാണ്. താങ്ക് യു ശ്രീ ടി സിദ്ദിഖ് MLA. താങ്കളുടെ ദൗത്യം രക്ഷാപ്രവർത്തനത്തിലാണല്ലോ. താങ്കൾ അവിടേക്ക് വേഗം എത്തുക. നമ്മുടെ പാവപ്പെട്ട ആളുകൾക്ക്, നമ്മുടെ ഇതിൻ്റെ വിക്ടിംസ് ആയിട്ടുള്ള ആളുകൾക്ക് എന്തെല്ലാം ചെയ്തു കൊടുക്കാൻ കഴിയും അതെല്ലാം താങ്കൾക്ക് ചെയ്യാൻ കഴിയട്ടെ എന്നാണ്